ചന്ദ്രിക ദിനപത്രം സെപ്റ്റംബർ 3, 2025 ബുധൻ. അഡ്വക്കേറ്റ് KNA ഖാദർ എഴുതുന്നു. കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങുന്നതാര്? റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ത്യക്ക് എണ്ണ കിട്ടുന്നു. ഇന്ത്യ അത് വാങ്ങുന്നതിൽ ക്ഷുഭിതനായി ട്രംപ് ഇന്ത്യൻ ചരക്കുകൾക്ക് തീരുവ കൂട്ടുന്നു. ഇന്ത്യ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങുന്നില്ല. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞ് നാം സന്തോഷിക്കുന്നു. ഇത്രയുമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വാസ്തവത്തിൽ ഇന്ത്യക്കാണോ അതോ റിലയൻസിനാണോ എണ്ണ കിട്ടുന്നത്? കുറഞ്ഞ വിലക്ക് കിട്ടുന്ന എണ്ണയുടെ ഗുണഭോക്താക്കൾ ജനങ്ങളാണോ അതോ അംബാനിയോ? ഡീസൽ വിലയിൽ കുറവുണ്ടോ? ഇല്ല. കുറഞ്ഞ വിലക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കോർപ്പറേറ്റ് മുതലാളി അത് ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് കൂടിയ വിലക്ക് യൂറോപ്പിൽ കൊണ്ടുപോയിട്ടാണ് വിൽക്കുന്നത്, ഇന്ത്യയിലല്ല. 2022 മുതൽ 2025 വരെ ചുരുങ്ങിയത് $12.6 ബില്യൺ കോർപ്പറേറ്റ് മുതലാളിക്ക് ലാഭം കിട്ടിയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ₹1 ആനുകൂല്യം പോലും നാട്ടുകാർക്കില്ല. എന്നാൽ അമേരിക്കയുടെ തീരുവ യുദ്ധം കാരണം തകരുന്നത് ജനങ്ങളാണ്, അംബാനിയല്ല. അമേരിക്കയിലേക്കുള്ള നമ്മുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ടെക്സ്റ്റൈൽ, ചെരുപ്പുകൾ, ചെമ്മീൻ, കശുവണ്ടി തുടങ്ങിയവയാണ്. ഈ മേഖലകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളും പതിനായിരക്കണക്കിന് സംരംഭകരും വ്യാപാരികളും ഇന്നും ഗുരുതരമായ പ്രതിസന്ധികളെ നേരിടുകയാണ്. റിലയൻസിന് ലാഭമുണ്ടാക്കാൻ നമ്മുടെ ജനതയെ സാമ്പത്തികമായി തകർക്കുകയാണ്. നോട്ട് നിരോധന കാലത്തിന്റെ ആവർത്തനം ഇവിടെ സംഭവിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് ഉപഭോക്താക്കളെ സഹായിച്ചാലല്ലേ ഇന്ത്യക്ക് കുറഞ്ഞ വിലക്ക് കിട്ടിയ എണ്ണ ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വിലയിൽ ലഭ്യമാവുകയുള്ളൂ. അതിന് പ്രധാനമന്ത്രിയും അംബാനിയും തയ്യാറല്ല. മോദി 10 രാഷ്ട്രങ്ങൾക്ക് അംഗത്വമുള്ള ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. ചൈനയെക്കുറിച്ച് ഇന്ത്യക്ക് പല പരാതികളുമുണ്ട്. ഇന്ത്യയുടെ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലം ചൈന കൈവശം വെക്കുന്നുവെന്ന് സുബ്രഹ്മണ്യ സ്വാമി കോടതിയിൽ പറഞ്ഞിരുന്നു. അരുണാചൽ പ്രദേശിനുമേൽ അവർ അവകാശം ഉന്നയിക്കുന്നു, പാകിസ്ഥാനെ സഹായിക്കുന്നു. ശ്രീലങ്കയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചൈനയിൽ നിന്നുണ്ടായ ദുരനുഭവം എന്തായിരുന്നു? ഇതെല്ലാം നിലനിൽക്കെ അവയെല്ലാം മാറ്റിവെച്ച് ചൈനയുമായി ഒരു പുതിയ ചർച്ച നടക്കുന്നത് അമേരിക്കയെ ഭയപ്പെടുത്തുമോ എന്നറിയില്ല. ഒരുപക്ഷെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്ന സാഹചര്യം വന്നാലോ? ലോകത്തിന്റെ മേധാവിത്വം സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും കൈയടക്കി വെക്കുന്ന അധിനിവേശക്കാരും യുദ്ധക്കൊതിയന്മാരുമാണ് അമേരിക്കൻ ഭരണകൂടം. ആദ്യമായി ഭൂമിയിൽ ഒരു ജനതക്കുമേൽ ആറ്റം ബോംബ് വർഷിച്ചവരാണ്. ആയുധങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നവരും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടാക്കി രണ്ടു കൂട്ടർക്കും ആയുധം വിറ്റ് ലാഭമുണ്ടാക്കുന്നവരുമാണ്. അവരുണ്ടാക്കിയ ആക്രമണങ്ങളിലും യുദ്ധങ്ങളിലും മരിച്ച മനുഷ്യർ എണ്ണമറ്റതാണ്. ഈ ലോകം 2 ബ്ലോക്കുകളായി അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ മുഖാമുഖം നിന്ന കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റു 2 ബ്ലോക്കിലും നിൽക്കാതെ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ഒരു വലിയ പ്രസ്ഥാനം പടുത്തുയർത്തിയ കാലമുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ ആ വഴിയിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന സ്ഥിതി വന്നിരിക്കുന്നു. അതിൽ അപാകതയില്ല. അമേരിക്കയുടെ ചതിയും ചാഞ്ചാട്ടവും ട്രംപ് കാലത്തെ അനിശ്ചിതത്വവും ആരെയും ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ്. മോദി അമേരിക്കയെ വിശ്വസിക്കരുത്. ആ ബന്ധം ഉപേക്ഷിച്ചെങ്കിൽ അതിൽ തെറ്റില്ല. ചൈനയിൽ പോയതും തെറ്റാണെന്ന് കരുതുന്നില്ല. പക്ഷേ ഇന്ത്യയോടുള്ള ചൈനയുടെ സമീപനങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. കെട്ടിപ്പിടുത്തവും ഉമ്മവക്കലും സ്നേഹപ്രകടനവും അവരും കാര്യമാക്കുന്നവരല്ല. ഇന്ത്യയുടെ അഭിമാനവും പാരമ്പര്യവും നിലയും വിലയും വെറുതെ ഉണ്ടായതല്ല. അത് ആർക്കെങ്കിലും വിശ്വഗുരുപ്പട്ടം നേടാൻ വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. രാജ്യത്തെ 140 കോടി മനുഷ്യർ ഏറ്റവും വലിയൊരു കമ്പോളം കൂടിയാണ്. ഒരു രാജ്യത്തിനും ഈ ശക്തിയെ അവഗണിക്കാനാവില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിടത്തും തലകുനിക്കേണ്ടതില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെ ആവശ്യമാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഭരിക്കുന്നവർ ആരായാലും നിലകൊള്ളണം. അമേരിക്കയുടെ മുമ്പിൽ മാത്രമല്ല, അംബാനി, അദാനി തുടങ്ങിയ 4 മുതലാളിമാർക്ക് മുമ്പിലും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ തല താഴരുത്. കുറച്ചു വർഷങ്ങളായി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണക്കാര്യത്തിലും അംബാനിമാർക്കു വേണ്ടിയല്ല, ഇന്ത്യൻ ജനതയ്ക്കു വേണ്ടിയാവണം ഭരണാധികാരികൾ നിലകൊള്ളേണ്ടത്. എന്തുതന്നെയായാലും ഇന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ മുഖ്യശത്രു അമേരിക്കൻ സാമ്രാജ്യത്വം തന്നെയാണ്. ഇക്കാലമത്രയും സ്വാതന്ത്ര്യപ്രേമികളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുമായ സമാധാനകാംക്ഷികളുമായ അമേരിക്കൻ ജനതയുടെ അഭീഷ്ടങ്ങളെ മാനിക്കാതെ ലോകത്തിന്റെ ഉച്ചിയിൽ കയറിയിരിക്കുന്ന ഭരണകൂടങ്ങളാണ് ഏറെക്കാലമായി അമേരിക്കയിൽ നിലനിൽക്കുന്നത്. ചൈന ഉൾപ്പെടെയുള്ള അയൽപ്പക്ക രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയാണ് ബുദ്ധിപൂർവം ആവിഷ്കരിക്കാവുന്ന നയം. ചിലിയിൽ അലന്റെ സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാളഭരണം സ്ഥാപിച്ചതും ബംഗ്ലാദേശിൽ ഷേഖ് മുജീബുർ റഹിമാനെയും കുടുംബത്തെയും കൊന്ന് സൈനിക ഭരണം സ്ഥാപിച്ചതും അമേരിക്കയും അവരുടെ ചാര സംഘടനകളുമാണ്. ഗ്വാട്ടിമാലയിൽ ജേക്കബ് അബൻസിനെ കൊന്ന് പാവഭരണകൂടം സ്ഥാപിച്ചതും കോങ്കോവിൽ പട്രീസ് ലുംബയെ വിഷം കൊടുത്തു കൊന്നതും ക്യൂബയിൽ കാസ്ട്രോയെ കൊല്ലാൻ 12 തവണ ശ്രമിച്ചതും CIA ഏജന്റുമാരാണ്. ഇറാഖിൽ സദ്ദാം ഹുസൈനെയും ലിബിയയിൽ ഗദ്ദാഫിയെയും കൊല ചെയ്തതും US ഭരണകൂടമാണ്. വിയറ്റ്നാം ജനതക്കുമേൽ 13 വർഷം ബോംബുകൾ വർഷിച്ചത് ഇവരാണ്.
പശ്ചിമേഷ്യയിൽ സമാധാനം തിരിച്ചുവരാൻ അനുവദിക്കാത്തതും ഇസ്രായേലിനെ മുന്നിൽ നിർത്തി കാലാകാലം യുദ്ധം ചെയ്യുന്നതും ഇതേ ശക്തിയാണ്. സിറിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ലബനാൻ, ഫലസ്തീൻ തുടങ്ങിയ എണ്ണമറ്റ രാഷ്ട്രങ്ങളിൽ US പല കാലങ്ങളായി കൊന്നൊടുക്കിയ മനുഷ്യരുടെ എണ്ണം വിശദീകരിക്കാൻ ആർക്കുമാവില്ല. പുറത്തു വന്നതും അല്ലാത്തതുമായ എത്രയോ കൂട്ടക്കൊലകൾ വേറെയുണ്ട്. ഏത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലും അമേരിക്ക ഇടപെടും. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളും അവർ വീറ്റോ ചെയ്യും. അമേരിക്കയിലെ ആദിമ നിവാസികളായ റെഡ് ഇന്ത്യൻസിനെയും മായൻ സംസ്കാരത്തെയും നശിപ്പിച്ച് അമേരിക്കയിലേക്ക് അധിനിവേശം നടത്തിയ യൂറോപ്യന്മാരാണ് ഇപ്പോഴത്തെ അമേരിക്കക്കാർ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച കഥ പച്ചക്കള്ളമാണ്. തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പുഴി. ശബ്ദം ഫാത്തിമ സെനിയ.